ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. സൈന്യങ്ങളിൽ യഹോവേ തിരുനിവാസം എത്ര മനോഹരം അത്ഭുതമേ. സൈന്യങ്ങളിൽ യഹോവേ തിരുനിവാസം എത്ര മനോഹരം അത്ഭുതമേ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. നിൻ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന വാസന 1000 നാളിനേക്കാൾ ഉത്തമമേ. നിൻ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന വാസന 1000 നാളിനേക്കാൾ ഉത്തമമേ. നിന്നാലയെ വസിപ്പോർ ഭാഗ്യവാന്മാരവർ അനരതം സ്തുതിച്ചിടും നന്ദിയോടെ. നിന്നാലയെ വസിപ്പോർ ഭാഗ്യവാന്മാരവർ അനരതം സ്തുതിച്ചിടും നന്ദിയോടെ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. സൈന്യങ്ങളിൽ യഹോവേ തിരുനിവാസം എത്ര മനോഹരം അത്ഭുതമേ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. మదని సని ద మగ మగ సని స మగ మద గ మదని మదని సని స మగ సని గ సని ద సని ద మగ మగ గ మదని స గ మదని స దని స. യഹോവേ എനിക്കു ചെയ്തത നന്മകൾക്കായി എന്തുപകാരം ഞാൻ ചെയ്തിടും നാഥാ. യഹോവേ എനിക്കു ചെയ്തതാം നന്മകൾക്കായി
എന്തുപകാരം ഞാൻ ചെയ്തിടും നാഥ. രക്ഷയിൻ പാനപാത്രം എടുത്തു നിന്നാമത്തെ ഞാൻ നന്ദിയോടെ എന്നും സ്തുതിച്ചിടുമേ. രക്ഷയിൻ പാനപാത്രം എടുത്തു നിന്നാമത്തെ ഞാൻ നന്ദിയോടെ എന്നും സ്തുതിച്ചിടുമേ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. സൈന്യങ്ങളിൽ യഹോവേ തിരുനിവാസം എത്ര മനോഹരം അത്ഭുതമേ. ഞാനോ നിൻ കൃപയുടെ ബഹുത്വത്താൽ നിന്നാലയത്തിൽ ചെന്നു സ്തുതിച്ചിടുമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാൽവറിനാഥ മിനിസ്ട്രിയുടെ കാൽവറി മീറ്റ് എന്ന പ്രോഗ്രാമിൽ ഒരിക്കൽ കൂടി പങ്കാളിയായിരിക്കാൻ തക്കവണ്ണം സർവശക്തനായിരിക്കുന്ന കർത്താവ് എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുകയാണ്. അനേക സ്ഥലങ്ങളിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും ദൈവവചനം നമ്മുടെ ഹൃദയസ്ഥമാക്കുവാനും തക്കവണ്ണം ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ കൃപയ്ക്കും അതിനുവേണ്ടി ഒരുങ്ങുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രത്യേകമായിരിക്കുന്ന സമയം ഞാൻ ആഗ്രഹിക്കുന്നത് വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കുവാൻ തക്കവണ്ണം കഴിയും, വിജയകരമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഒരു സന്ദേശം നൽകുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി അതാത് സ്ഥലങ്ങളിൽ നമുക്കായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രാരംഭമായി യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. വലിയവനും നിത്യനുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ലോകത്തെ ജയിക്കുവാനും ലോകത്തിൻ്റെതായിരിക്കുന്ന സകലവിധമായ കെട്ടുകളെയും അഴിക്കുവാനും ഇടയായിത്തീർന്ന ഏക വ്യക്തിയാണ് എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ലോക മഹിമയുടെ ഏതെങ്കിലും പ്രത്യേകതയിലേക്ക് കയറിക്കൂടി അവിടെ തൻ്റേതായിരിക്കുന്ന പ്രാഗൽഭ്യം തെളിയിപ്പാൻ തക്കവണ്ണം തനിക്ക് യാതൊരുവിധമായിരിക്കുന്ന ആ പ്രത്യേകതയും ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വേണമെങ്കിൽ തനിക്കതാകാമായിരുന്നു. അതിന് താൻ ഒരുങ്ങിയില്ല, താൻ അതിനുവേണ്ടി തുനിഞ്ഞില്ല, അത് ചിന്തിച്ചുമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ താൻ ലോകത്തിലേക്ക് കടന്നു വന്നത് വിശ്വാസ ജീവിതത്തെ നിലനിർത്തുവാനും വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന നന്മകൾ ജനമധ്യത്തിൽ അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാനും ഇടയായി തീരേണ്ടതിന് വേണ്ടിയായിരുന്നു എന്നത് നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ് വലിയവനായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നത്. ആയതിൻ്റെ ആവശ്യകതയ്ക്ക് വേണ്ടിയാണ് സ്വർഗത്തിലെ മഹത്വവും മണിമകുടവുമായിരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ദിശയിൽ കാൽവറിയിലെ ക്രൂശിൽ മരണം കൈവരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്ന് മനുഷ്യവർഗത്തിനൊരു വിജയം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത താൻ മുന്നമേ കാണുവാനും അത് ഒരുക്കിയെടുക്കുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുന്ന ഒരു അനുഭവമാണ്. ലോകപ്രകാരമുള്ളതായിരിക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് ജന്മമെടുത്ത് വളരെ പ്രത്യേകതയോടുകൂടി ജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാൻ കൊണ്ടും ഇടയായി തീർന്നിട്ടുള്ള വ്യക്തികളാണ് നാം ഓരോരുത്തരും. എന്നാൽ ആ ജീവിതം
ഒരിക്കലും നമ്മെ ശാശ്വതമായിരിക്കുന്ന അവകാശത്തിലേക്കും ശാശ്വതമായിരിക്കുന്ന നന്മയിലേക്കും എത്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. അതിന് സാധിക്കണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ പൈതലായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതാണ് വലിയവനായിരിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ വിജയകരമായിരിക്കുന്ന ഒരു ജീവിതമാണ്. കേവലം വിജയകരമായിരിക്കുന്ന ഒരു ജീവിതമല്ല ഒരു ദൈവ പൈതലിന് ആവശ്യമായിരിക്കുന്നത്. പ്രത്യുത വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതമാണ്. ദൈവത്തിലുള്ളതായിരിക്കുന്ന ആശ്രയമുള്ളവർക്ക് മാത്രമേ, വലിയവനായിരിക്കുന്ന ദൈവത്തെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചവർക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ സത്യം നമ്മിൽ നിന്ന് മറയ്ക്കാൻ സാത്താൻ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നു. പലവിധമായിരിക്കുന്ന ആകർഷണങ്ങൾ മനുഷ്യനിൽ കൊടുക്കുകയും മനുഷ്യൻ്റേതായിരിക്കുന്ന ചെയ്തികളെയും പ്രവൃത്തികളെയും അവനൊന്ന് പാറ്റി നോക്കുകയും അതിനെ വശീകരിക്കുകയും മനുഷ്യനെ തന്നെ അവൻ്റെ ചുവടുകളിൽ ആക്കി തീർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത നമുക്ക് ലോകത്തിലെവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കണം. ദൈവത്തിൽ നിന്ന് ജനിക്കാത്തത് ഈ ലോകത്തെ ജയിപ്പാൻ തക്കവണ്ണം കഴിയാത്തായിരിക്കുന്നൊരവസ്ഥയാണ്. ലോകത്തിൻ്റെതായിരിക്കുന്ന പ്രഭുവിൻ്റെ കീഴിൽ, അതായത് സാത്താൻ്റെ കീഴിൽ അടിമകളായി തീരുവാൻ മാത്രമേ അവർക്ക് ഇടയായി തീരുകയുള്ളൂ. അത് പ്രത്യേക ഈ സമയത്ത് നമ്മൾ ഓർക്കണം. അങ്ങനെ നമ്മൾ വീണ്ടും ജനിച്ചിട്ടില്ല എങ്കിൽ ഈ ദൈവവചനം അതിനുവേണ്ടി ഒരുങ്ങുകയും അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുക. വിജയ ജീവിതത്തിനുള്ളതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 5 കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ജീവൻ തന്നവനിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. ആരാണ് ഈ ജീവൻ തന്നത്? ഭൂമിയിൽ നമ്മൾ പിറന്നു. അത് എപ്പോൾ പിറന്നുവോ അപ്പോൾ തന്നെ നമുക്ക് ജീവനുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ജീവനില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ ഈ ഭൂമിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരവസ്ഥ നല്ലവനായിരിക്കുന്ന കർത്താവ് നമുക്ക് തന്ന് നമ്മെ ജീവനുള്ളവരാക്കി തീർത്തു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ സർവശക്തനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ അവനാണ് എൻ്റെ ജീവൻ്റെ നാഥൻ എന്ന് നാം ഹൃദയത്തിൽ കുറിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയും അവനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് വിശ്വാസത്താൽ നമ്മൾ അവൻ്റെ പ്രത്യേകമായിരിക്കുന്ന നന്മയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു കളയുവാൻ കഴിയാത്തതും ജീവപുസ്തകത്തിൽ പേരെഴുതി അംഗീകാരം പ്രാപിച്ചു എന്നുള്ളതായിരിക്കുന്ന വിശ്വാസത്താൽ നമ്മെ എത്തിക്കുവാൻ കൊണ്ട് ഇടയായിത്തീരുകയും ചെയ്ത അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പദവിയായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ജീവൻ തന്നവനിൽ വിശ്വസിക്കണം. ആരാണ് ജീവൻ തന്നത്? ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന ഏതൊരു വ്യക്തിയും ആ നിത്യജീവൻ്റെ അവകാശിയായി തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരാണ് ജീവൻ തന്നത്? മനുഷ്യവർഗത്തിനു വേണ്ടി ജീവൻ തന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. എല്ലാവിധ ആൾക്കാർക്കും ജീവനുണ്ട്. എന്നാൽ ആ ജീവൻ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് സമൃദ്ധിയുടേതായിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നിട്ടില്ല. എന്നാൽ വലിയവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു തരുന്നതായിരിക്കുന്ന നിത്യജീവൻ സമൃദ്ധിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന സമൃദ്ധിയല്ല, ജീവൻ്റെ ആധാരമായിരിക്കുന്ന സമൃദ്ധി, അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി, നാം ആഗ്രഹിക്കുന്ന പദവിയുടെ സമൃദ്ധി, ചെന്നെത്തേണ്ടതായിരിക്കുന്ന സ്ഥാനത്തിൻ്റെ ആ പദവി അല്ലെങ്കിൽ സമൃദ്ധി, ഇവയൊക്കെയും നമ്മളുടെ ജീവിതത്തിൽ വലിയവനായിരിക്കുന്ന കർത്താവ് തന്ന് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഒന്നാമത് കാണുവാനായിട്ട് സാധിക്കുന്നത്
ജീവൻ തന്നവനിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. എന്നെ ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ആരെന്നും യേശുക്രിസ്തുവിലായിരിക്കുന്ന നന്മ എന്തെന്നും ഒക്കെ നിങ്ങൾ ഒരുപക്ഷെങ്കിൽ ചിന്തിക്കുവാനും അറിയുവാനും തക്കൊണ്ടും ഇടയായി തീർന്നിട്ടുള്ളവരാണെങ്കിൽ തന്നെയും ഇന്നുവരെയും ഈ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ തക്കൊണ്ടും ഇടയായി തീർന്നിട്ടില്ല എങ്കിൽ ജീവൻ്റെ സമൃദ്ധിയിൽ എത്തിച്ചേരുവാൻ അവർക്ക് സാധ്യമായി തീർന്നിട്ടില്ല. അവർ ജീവനിൽ വിശ്വസിക്കുവാനും അർപ്പണം ചെയ്യുവാനും തക്കൊണ്ടും ഇടയായി തീർന്നിട്ടില്ല. അതിന് സാധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ് എന്ന് ഈ പ്രത്യേക സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് എന്നാണ് വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പറയുവാൻ തക്കൊണ്ടും ഇടയായി തീർന്നത്. ആർക്കാണ് ജീവൻ ഉണ്ടാകുവാൻ? അവനിൽ വിശ്വസിക്കുന്നവർക്ക്, അവൻ്റെ സന്നിധിയിൽ ജീവിതം നയിക്കുന്നവർക്ക്. വെറുതെയുള്ളതായിരിക്കുന്ന ഒരു ജീവിതമല്ല, സമൃദ്ധിയായ ജീവിതം അവൻ ദാനം ചെയ്യുകയാണ്. ഒന്നും കൊടുക്കാതെ, ഒരു കാതം ദൂരം നടക്കാതെ സർവശക്തനായിരിക്കുന്ന കർത്താവ് സമൃദ്ധിയുടെ പ്രത്യേകമായിരിക്കുന്ന നന്മ എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും നൽകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട് കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിലാണ്. എന്താണ് അവിടെ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വവിധമായിരിക്കുന്ന ദാഹത്തെയും ശമിപ്പിച്ച് കളഞ്ഞിട്ട് പലവിധമായിരിക്കുന്ന ദാഹങ്ങൾ, മോഹങ്ങൾ ഇവയൊക്കെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കൊണ്ടും ഇടയായി തീർന്നിരിക്കുമ്പോൾ അവയൊക്കെയും പൂർണ്ണമായിട്ട് കുഴിച്ചു മൂടുവാൻ തക്കൊണ്ടും ഇടയായി തീർന്നിട്ട് നമ്മളെ സമൃദ്ധിയുടെ നന്മയിലേക്ക് കൊണ്ടുവരുവാനും വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുവാനും വലിയവനായിരിക്കുന്ന കർത്താവ് ഇടയാക്കുന്നു. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഏതാണ് ഈ നദി? ജീവജലത്തിൻ്റെ നദി ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രവൃത്തി അത് ഒഴുകുവാൻ തക്കൊണ്ടും ഇടയായി തീരും. അവർ അടങ്ങിയിരിപ്പാൻ തക്കൊണ്ടും സംഗതിയായി തീരുന്നില്ല. അവർ പിന്നെയും അത് ഉത്ഭവിപ്പിക്കുവാൻ തക്കൊണ്ടും ഉള്ളതായിരിക്കുന്ന മാർഗത്തെ ആരാഞ്ഞ് മുൻപോട്ട് പോകുവാൻ തക്കൊണ്ടുമാണ് ഇടയായി തീരുന്നത്. ജീവിതം അപ്രകാരം ഉത്ഭവത്തിൻ്റെതായിരിക്കുന്ന ഒരു പ്രത്യേകതയിലേക്ക് എത്തിക്കുവാൻ തക്കൊണ്ടും ഇടയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അത് ക്രിസ്തുയേശുവിൽ വചനം മാത്രമാണ്, വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൽ മാത്രമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മൂന്നാമതായിട്ട് കാണുന്നത് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണ്. ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കൃപയ്ക്ക് അധീനരായി തീരണം, പാപത്തെ വെറുക്കണം, പാപം നമ്മിൽ കർത്തൃത്വം നടത്തുവാൻ ഇടയാകരുത്. നമ്മൾ കൃപയ്ക്ക് അധീനരായി തീരണം. എന്താണ് കൃപ? പ്രിയരെ, ഒരു കാര്യം ഓർക്കണം. കൃപ എന്ന് പറയുമ്പോൾ അർഹതയില്ലാത്ത സ്ഥാനത്ത് വലിയവരായിരിക്കുന്ന കർത്താവ് നമ്മോട് കാണിക്കുന്നതായിരിക്കുന്ന കരുണയാണ് ദൈവത്തിൻ്റെ കൃപ. നമ്മൾ എന്താണ് അർഹതയുള്ളവർ? പാപം ചെയ്തും ദൈവതേജസ് നഷ്ടപ്പെട്ടും ദൈവത്തിൻ്റെ മഹിമകൾ എന്തെന്ന് അറിയുവാൻ കൊണ്ടും കഴിയാത്തവരുമായി ലോകത്തിൻ്റെ ഗതികളിലൂടെ മുൻപോട്ട് ഓടുവാൻ കൊണ്ടും ഇടയായി തീർന്ന പാപികളാണ് മനുഷ്യർ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ പാപത്തിൽ നിന്നും, ആ പാപത്തിൻ്റെതായിരിക്കുന്ന പിടിയിൽ നിന്നും, അതിൻ്റെ അമർച്ചയിൽ നിന്നും എന്നേക്കുമായി വിടുവിച്ച് ദൈവത്തിൻ്റെ കൃപ തന്നെ അനുഭവിച്ചറിയുവാൻ ഇടയാകുന്ന ഒരു പ്രത്യേകതയിലേക്ക് ദൈവം മനുഷ്യനെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ കൃപയ്ക്ക് അധീനരായി തീരുവാൻ കൊണ്ടും ഇടയായി തീരണം. ഒന്ന്, ജീവൻ തന്നവനിൽ വിശ്വസിക്കണം. രണ്ട്, വിശ്വസിക്കുന്ന അവൻ തന്നിട്ടുള്ളതായിരിക്കുന്ന ജീവജല നദി നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ തക്കൊണ്ടും ഇടയായി തീരണം. മൂന്ന്, കൃപയ്ക്ക് അധീനരായി തീരുവാൻ തക്കൊണ്ടും ഇടയായി തീരണം. പാപത്തെ വെറുക്കണം, പാപത്തിൻ്റെ വഴികളെ വെറുക്കണം, പാപത്തിൻ്റെ പ്രവൃത്തികളെ വെറുക്കണം. അത് ദൈവത്തിന് പ്രസാദമായിരിക്കാൻ തക്കൊണ്ടും ഇടയായി തീരണം. നമ്മളുടെ ജീവിതം അങ്ങനെയാണോ? നോട്ടത്തിൽ, ചിന്തയിൽ, ഭാവത്തിൽ, പ്രവൃത്തിയിൽ ഇവയൊക്കെയും പാപത്തിൻ്റെതായിരിക്കുന്ന കെടുതികളിൽ പോയി തീരുവാൻ തക്കൊണ്ടും ഇടയായി തീരുമ്പോൾ അവയിൽ ദൈവപ്രസാദം ഉണ്ടാകുവാൻ തക്കൊണ്ടും ഇടയായി തീരുന്നില്ല. ഈ പ്രവൃത്തികൾ ചെയ്തിട്ട് ഏതെല്ലാം നിലയിലൂടെയുള്ളതായിരിക്കുന്ന ചെയ്തികളും കൊടുക്കലുകളും ഉണ്ടായിരുന്നാലും അവിടെ ദൈവം പ്രസാദിക്കുകയില്ല. ഏത് സ്ഥാനത്ത് നിന്നും അവൻ കാണുന്നതായിരിക്കുന്ന ഒരവസ്ഥ ആരുമായിക്കൊള്ളട്ടെ, ഏത് വിധമായിരിക്കുന്ന ഉയർച്ചയിൽ എത്തിയവനുമായിക്കൊള്ളട്ടെ, അവരാരായിരിക്കണം? അവർ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം, ദൈവനീതിക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം.
കൃപയ്ക്ക് അധീനരായി എത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നവരായിരിക്കണം. പാപത്തെ വെറുക്കുന്നവരായിരിക്കണം. പാപത്തിൻ്റെ കർത്തൃത്വത്തിൽ നിന്ന് മാറി ദൈവീക കർത്തൃത്വത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നവരായിരിക്കണം. അങ്ങനെയായി തീരുന്നവർ മാത്രമേ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയം എന്തെന്ന് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീരുകയുള്ളൂ. അത് ദൈവമായിരിക്കുന്ന കർത്താവ് നൽകുന്ന ഒരു അനുഗ്രഹമാണ്. നാലാമതായിട്ട് കാണുന്നത് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ക്രിസ്തുവിൽ ജയോത്സവമായി നടന്ന് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തണം. അത് വിശ്വാസികൾക്ക് മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. കേവലം ഏതെങ്കിലും ഒന്നിൻ്റെ പുറകെ പോയി വിശ്വാസം കൈവരിക്കുന്നവരല്ല, പലതിൻ്റെയും പുറകെ നടന്ന് വിശ്വാസം കൈവരിക്കുന്നവരല്ല. ഏകസത്യ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അവൻ്റെ മുഖപ്രകാശം ശ്രദ്ധിച്ച് അവൻ്റെ കാരുളികളെ പിൻപറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് അതേ വിജയം കൈവരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതാണ് ക്രിസ്തുവിൽ ജയോത്സവമായി നടക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഏതൊരു രംഗത്തും ജയോത്സവമായി നടത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. ഈ ദൈവം ആരാണ്? സകലത്തെയും ഉളവാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നവൻ. വാക്കുകളാലും പ്രവൃത്തികളാലും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് ലോകത്തെ മാത്രമല്ല, ലോകത്തിലുള്ളതിനെയും ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ ചെയ്തികളെയും ഒരേ നിലയിൽ അത് ആക്കി തീർക്കുവാൻ തക്കവണ്ണം വാക്കുകളാൽ മാത്രം ഇടയാക്കിയ ഒരു വ്യക്തിയാണ് നമ്മുടെ സർവശക്തനായിരിക്കുന്ന വലിയവനായിരിക്കുന്ന ദൈവം. ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നടത്തുവാൻ കഴിയുന്നവനായിരിക്കുന്ന ദൈവം ഏക സത്യ ദൈവം ഒരുവൻ മാത്രമാണ്. അവൻ നമ്മെ എല്ലായ്പ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. എന്തിനു വേണ്ടി? പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുവാൻ. പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തി സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മെ ജയോത്സവമായി നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമ്പോൾ വിജയകരമായിരിക്കുന്ന ക്രിസ്ത്യ ജീവിതം നമ്മളിൽ നിക്ഷിപ്തമായി അത് വളർന്ന് പടർന്ന് പന്തലിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. പിന്നീട് നമുക്ക് 5-ാമതായി കാണുവാനായിട്ട് സാധിക്കുന്നത് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിലാണ്. ആത്മാവിനെ അനുസരിച്ച് നടന്ന് ജഡത്തിൻ്റെ മോഹത്തെ തച്ചുടയ്ക്കണം. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ജഡത്തിൻ്റെതായിരിക്കുന്ന പ്രവൃത്തികൾ വളർന്ന് പടർന്ന് പന്തലിപ്പാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് കാരണം? ജീവനുള്ള ദൈവത്തെ വേണ്ട, ജീവനുള്ള ദൈവത്തെ മറന്നും ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടും ഓടുകയാണ് മനുഷ്യൻ. പലതിനെയും തേടുകയാണ്, പലതിൻ്റെയും അരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ അവർ പറയുന്നത് രക്ഷിക്കണം, നടത്തേണം, വേണ്ടതൊക്കെയും തരേണം. സാധ്യമല്ല. എന്താണ് കാരണമെന്നറിയാമോ? സകലത്തെയും ഉളവാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നവന് മാത്രമേ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. രക്ഷിക്കണമെങ്കിൽ ഒരു രക്തച്ചൊരിച്ചിൽ ആവശ്യമാണ്. അത് നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത് കാൽവറിയിലെ ക്രൂശിലാണ്. ആ കാൽവറിയിലെ ക്രൂശിൽ ചൊരിയപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന ആ രക്തത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ഒരു രക്ഷ ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അങ്ങനെ അതനുസരിച്ച് സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നവരെ വലിയവനായിരിക്കുന്ന കർത്താവ് ആത്മാവിൽ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമുക്കറിയാം 3 പ്രത്യേകതയാണ് ഈ ദൈവവുമായിട്ടുള്ളായിരിക്കുന്ന ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. 1 പിതാവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന സ്നേഹം, 2 പുത്രൻ്റെ സ്നേഹം, 3 ആത്മാവിൻ്റേതായിരിക്കുന്ന നടത്തിപ്പ്. ഈ ആത്മാവിലുള്ളതായിരിക്കുന്ന നടത്തിപ്പ് ആ ദൈവമായിരിക്കുന്നവൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് വാങ്ങി അതിലൂടെ നമ്മൾ മുന്നേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമ്പോൾ പാപത്തിൻ്റേതായിരിക്കുന്ന സകല ചെയ്തികളെയും തച്ചുടച്ച് കളയുവാനും അതിൻ്റേതായിരിക്കുന്ന പ്രവൃത്തി എന്നേക്കുമായിട്ട് നീക്കി വിജയകരമായിരിക്കുന്ന ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനും തക്കവണ്ണം ഇടയായിത്തീരും. വിജയ ജീവിതത്തിൻ്റെ പ്രമാണം എന്താണ്? നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിലും റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസമാണിതിൻ്റെ പ്രമാണം. വിശ്വാസം എന്നത് എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. നാം കണ്ടുകൊണ്ടല്ല എങ്കിലും വലിയവനായിരിക്കുന്ന കർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്നു.
നമ്മൾ അറിയുന്നു. അവൻ എൻ്റെ ഹൃദയത്തിൽ വാണിട്ടുണ്ട്. ആ വാണിരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, അവരെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്, അവൻ്റെ സന്നിധിയിലാണ് നമ്മൾ അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഇല്ല എങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന വിജയം കൈവരിപ്പാനായിട്ട് സാധിക്കയില്ല. വിശ്വാസത്താൽ നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ ഈ ദാനത്തെ നമ്മൾ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഒന്നും കൊടുക്കാതെ നമുക്ക് ദാനമായിട്ട് നൽകുന്നതാണ് ഈ വിശ്വാസ ജീവിതം, ഈ വിജയകരമായിരിക്കുന്ന ക്രിസ്ത്യ ജീവിതം. നമ്മളൊന്നും മുടക്കിയിട്ടല്ല, നമ്മൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ മാത്രം നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന നന്മയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വിശ്വാസി ക്രിസ്തുവിനെ പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കുമ്പോൾ വിജയം അവന് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നെ ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിന് വഴങ്ങിക്കൊടുക്കുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ടോ? അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ടോ? അവൻ പറഞ്ഞ വാക്കുകളെ അനുസരിപ്പാൻ ഇടയായിത്തീർന്നിട്ടുണ്ടോ? അത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരുത്തനിലും ആശ്രയം വയ്ക്കാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടതായിരിക്കുന്ന ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണെന്ന് തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ, ആ നാമത്തെ വിട്ടിട്ട് മറ്റു പലതിനെയും കാണുവാനും സേവിക്കുവാനും സ്നേഹിപ്പാനും വഴങ്ങുവാനും അതിന് കൊടുക്കുവാനും ഇടയായിത്തീർന്ന് എനിക്ക് വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന പൂർണ്ണ നിശ്ചയം പ്രാപിച്ചു എന്ന് പറയുവാൻ ഇടയായിത്തീരുന്ന ഒരു സാഹചര്യമില്ലേ? അതിൽ നിന്നും മാറണം. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം നൽകുവാനും ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയം കൈവരിപ്പാനും അത് ദാനമായിട്ട് നൽകുവാനും തക്കവണ്ണം കഴിയുന്ന ഒരേ ഒരു വ്യക്തി വലിയവനും നിത്യനുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സർവശക്തനായിരിക്കുന്ന കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവനത് നൽകുന്നു. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയകരമായിരിക്കുന്ന രഹസ്യം ക്രിസ്തുവിനോടുള്ളായിരിക്കുന്ന ഏകീകരണമാണ്. അത് ഞാൻ ഓർപ്പിച്ചുവല്ലോ. ആ ഏകീകരണത്തിൽ നമ്മൾ നിറവുള്ളവരായിരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന ആ ഒരു സംഗതിയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിലും ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലും കടന്നു ചെല്ലുമ്പോൾ ഈ ഏകീകരണത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് എടുത്തു വായിക്കുന്നില്ല. അത് ഓർത്തിരിക്കുക, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ക്രൂശിൽ ക്രിസ്തുവിനെ കണ്ട് തന്നോടുകൂടെ ഏകീകരണത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. അത് മാത്രമോ, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിനോടുകൂടി പുതുജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു എന്നതാണ് രക്ഷയുടേതായിരിക്കുന്ന പ്രത്യേകത നമ്മെ കാണിച്ചു തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. നിത്യ ശിക്ഷാവിധിയിൽ നിന്നുള്ളതായിരിക്കുന്ന വിടുതൽ, അതാണ് രക്ഷ എന്ന് പറയുന്നത്. ശിക്ഷിക്കപ്പെട്ടവരാണ് മനുഷ്യൻ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നപ്പോൾ ശിക്ഷയ്ക്ക് അധീനരായി തീരുവാൻ തക്കവണ്ണം ഇടയായി അവരെ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. പക്ഷെങ്കിൽ അവരെ ശിക്ഷിക്കാതെ വിടുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത് എന്താണ്? കാൽവറി ക്രൂശിൽ ക്രിസ്തുയേശു ചൊരിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന വിശുദ്ധ രക്തം. അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പ്രത്യേകമായിരിക്കുന്ന നന്മ തരുവാൻ തക്കവണ്ണം ഇന്ന് കാണപ്പെടുന്നതായിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതങ്ങൾക്ക്, വ്യക്തികൾക്ക്, അതിൻ്റെതായിരിക്കുന്ന പ്രവൃത്തികൾക്ക് സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. ഒരിക്കലും അത് സാധ്യമല്ല. സാധിച്ചത് ആരിൽ നിന്നാണ്? ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യൻ്റെ പാപത്തെ പേറിക്കൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് ഇവനായിരിക്കുന്ന ക്രിസ്തുയേശുവിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് ആ വലിയവനായിരിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ക്രൂശിൽ ക്രിസ്തുവിനെ തന്നോടുകൂടെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അവൻ്റെതായിരിക്കുന്ന നന്മയിൽ ഏകീകൃതമുള്ളവരായി തീരണം. അവനോടൊപ്പം മരിച്ച് അവനോടൊപ്പം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുന്ന നീതിയിൽ ജീവിക്കുന്നവരെന്ന് വിശ്വാസത്താൽ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായി തീരണം. എനിക്ക് വേണ്ടി ഒരുക്കുന്നതായിരിക്കുന്ന ഒരു സ്ഥാനം എനിക്ക് ലഭ്യമാണ്. അത് ഈ ജീവൻ പ്രാപിച്ചവർക്ക് വേണ്ടി മാത്രമേ അവൻ കൊടുക്കുകയുള്ളൂ. ക്രിസ്തുവിനോട് കൂടെയുള്ളതായിരിക്കുന്ന ആ മരണത്തെ, ആ പ്രത്യേകമായിരിക്കുന്ന ഉയർപ്പിനെയും കാണിക്കുന്നതാണ് ഏതെന്നറിയാമോ? വലിയവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന സ്നാനം എന്നുള്ളത്. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ
അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, വായിച്ചറിയുക, അത് ചിന്തിച്ചറിയുക, അത് ഇവിടുത്തെ വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. സർവശക്തനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നന്മയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെതായിരിക്കുന്ന കൃപയും ജീവിതത്തിൽ അനുകരിച്ചുകൊണ്ട് അവയെ പിന്തുടരുവാൻ കൊണ്ടും ഇടയായി തീർന്ന് ഒരു വിജയകരമായിരിക്കുന്ന ജീവിതം നമ്മുടെ മുൻപിൽ ഉണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ഈ കർത്താവിൽ അഭയം തേടുവാൻ, ഈ കർത്താവിൽ ചാരുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നിങ്ങൾ ലോകത്തെ ജയിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഈ വചനത്തിന് മുൻപിൽ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. നിങ്ങളങ്ങനെ വിശ്വസിക്കുകയും നിങ്ങളങ്ങനെ ആയിത്തീരുകയും ചെയ്തിട്ടില്ല എങ്കിൽ നാശകരമായിരിക്കുന്ന കുഴഞ്ഞ ചേറ്റ്, അതുമാത്രമോ തീയും ഗന്ധവും കത്തുന്നതായിരിക്കുന്ന തീപ്പൊയ്യ, ഇവയിലേക്ക് നിബദിപ്പാൻ കൊണ്ടും ഇടയായി തീരും. നിങ്ങൾ ഏതെല്ലാം പ്രവർത്തികൾ നന്മയുടേതായിരിക്കുന്ന പാതയിൽ ചെയ്തു കൂട്ടിയാലും ഒടുവിൽ വലിയവനായിരിക്കുന്ന ദൈവം പറയുന്ന വാക്കെന്ത്? നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അത് വായിക്കുന്നു. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. എവിടേക്കാണ് പോകുന്നത്? തീയും ഗന്ധവും കത്തുന്നതായിരിക്കുന്ന തീപ്പൊയ്യയിലേക്ക്. ആ തീപ്പൊയ്യയുടേതായിരിക്കുന്ന വിവരണം മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ചൂള പോലെ കത്തുന്നതായിരിക്കുന്ന ഭീകരമായിരിക്കുന്ന ഒരു ദിവസം വരും. അപ്പോൾ സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും ഈ തീയിൽ വീണ് അവർ നശിക്കുവാൻ കൊണ്ടും ഇടയായിത്തീരും. അവിടെ അവരെ തള്ളിയിടും എന്നാണ് വായിക്കുന്നത്. അവരെ തള്ളിയിടും. മനസ്സോടെ അല്ല എങ്കിൽ തന്നെയും അവരെ അതിലേക്ക് തള്ളിയിടും. അവർക്ക് പിന്നെ മോക്ഷമില്ല. മോക്ഷം പ്രാപിക്കുവാൻ, ദൈവകൃപയുടേതായിരിക്കുന്ന അംഗീകാരം ലഭിക്കുവാൻ, വിജയകരമായിരിക്കുന്ന ക്രിസ്ത്യ ജീവിതം ലഭ്യമാകുവാൻ നിങ്ങൾ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ദൈവവിളിക്ക് വിധേയപ്പെടുക. വരുവീൻ, ദൈവത്തിൽ നിന്ന് ജന്മമെടുക്കുവാൻ കൊണ്ടും ഇടയായി തീരുവീൻ. ലോകത്തെ ജയിച്ച വലിയവനായിരിക്കുന്ന കർത്താവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിപ്പീൻ. പാപത്തോടുള്ളതായിരിക്കുന്ന ബന്ധവും അതിൻ്റെതായിരിക്കുന്ന സകലതും വിട്ടിട്ട് സർവശക്തനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലുകളെ പിൻപറ്റുക. അവൻ നമ്മെ അനുഗ്രഹിക്കും, അവൻ നമ്മെ നടത്തും, നമുക്ക് വേണ്ടതൊക്കെയും നൽകും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ കൊണ്ടും ആഗ്രഹിക്കുകയാണ്. പിന്നീടോ ഒരു കാലത്തും അസ്തമിക്കാത്തതും യുഗയുഗങ്ങൾക്ക് വിധേയപ്പെട്ടതുമായിരിക്കുന്ന ഒരു നന്മയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ കൊണ്ടും കഴിയും. കൈകളാൽ തീർക്കാത്തതായിരിക്കുന്ന ആ നന്മയുടെ അനുഗ്രഹങ്ങളും വാസസ്ഥലവും വിജയകരമായിരിക്കുന്ന ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി മാത്രം വലിയവനായിരിക്കുന്ന കർത്താവ് ഒരുക്കുകയാണ്. അതിപ്പോൾ ഒരുക്കുവാൻ അവൻ കടന്നുപോയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, പിതാവിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കും. ഞാൻ സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വന്ന് നിങ്ങളെയും അവിടേക്ക് ചേർക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. നമ്മെ ചേർക്കുവാൻ, വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ, അംഗീകരിക്കപ്പെട്ടവരെ കൈക്കൊള്ളുവാൻ, സ്വീകരിച്ച് അനുഗ്രഹങ്ങളുടേതായിരിക്കുന്ന നന്മകൾ തന്ന് നമ്മെ സഹായിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൈപ്പണിയല്ലാത്ത ഒരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഭവനത്തിൽ അവകാശിയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അതിനു വേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാൽവരിനാഥം മിനിസ്ട്രിയുടെ കാൽവറി മീറ്റ് എന്ന ഈ പ്രോഗ്രാമിൽ ഒരിക്കൽ കൂടി പങ്കുവഹിപ്പാൻ കൊണ്ടും ഇടയായി തീർന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും കരയേറ്റുന്നു. സർവശക്തൻ ഈ പ്രോഗ്രാമിനെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കേൾവിക്കാരായി അനേക പ്രിയപ്പെട്ടവരെ ഒരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ പ്രത്യേക സമയത്ത് നല്ലവനായിരിക്കുന്ന കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവെ ഈ കാൽവരിനാഥ മിനിസ്ട്രിയുടെ കാൽവറി മീറ്റ് എന്ന് പറയുന്നതായിരിക്കുന്ന ഈ പ്രോഗ്രാമിലൂടെ ദൈവത്തെ ഉയർത്തി കാണിപ്പാൻ ഇടയാക്കിയതോർത്തു നന്ദിയോടെ സ്തോത്രം. വിജയകരമായിരിക്കുന്ന ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ചില ദിശകൾ ഞങ്ങൾക്ക് ഓർക്കുവാൻ കൊണ്ടും ഇടയായി തീർന്നു. കർത്താവെ, ഞങ്ങൾ എങ്ങനെയുള്ളവരെന്നും ഞങ്ങൾ എങ്ങനെയായി തീർന്നിരിക്കുന്നവരെന്നും തീരേണ്ടവരാണെന്നും ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ ഇടയായി. നല്ലവനായ കർത്താവെ, ഇന്നത്തെ ഈ സന്ദേശം ശ്രവിക്കുന്ന
ആരെങ്കിലും പ്രിയപ്പെട്ടവർ അതിൻ്റേതായിരിക്കുന്ന വഴികളിൽ കടന്നു വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ സന്ദേശം മുഖാന്തരം ഇടയാക്കി തീർക്കണമേ. ഇത് കർത്താവേ, ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ ദൈവദാസനെയും പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് സഹായിക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇത് അനേകരുടെ കാതുകളിൽ എത്തുക മാത്രമല്ല, ഹൃദയത്തിന് മാറ്റമുണ്ടാക്കുവാൻ കൊണ്ട് ഇടയാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. നൽകിയ എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായിട്ട് സ്തോത്രം. വചനം തന്ന് സഹായിച്ചതിനാലും അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ബൗദ്ധവും പുകഴ്ചയും എല്ലാം അങ്ങേക്കിരിക്കട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.